Hi students, welcome back. ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഡൈപോൾ ഇൻ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, ഡൈപോള് യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ചാൽ അത് എന്ത് ചെയ്യും എന്നുള്ള കേസാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് കൺസിഡർ ചെയ്യാം. ആ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡില് ഡൈപോൾ ഇരിക്കുകയാണ്. അങ്ങനെ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ ഡൈപോൾ ഇരുന്ന് കഴിഞ്ഞാൽ ഡൈപോൾ എന്ത് ചെയ്യുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഒരു ഡൈപോളിനെ നമുക്കറിയാം, ഒരു ഡൈപോൾ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യാണ്? ഇറ്റ് ബിഗിൻസ് ടു റൊട്ടേറ്റ്. ഓക്കെ, അത് റൊട്ടേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. റൊട്ടേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവരും? റൊട്ടേഷണൽ എഫക്ട് ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നതാണ് ടോർക്ക് എന്ന് പറയാം. ആ ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു നമുക്കറിയാം. ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു എന്താണ്? mb sin theta. Okay, when a dipole is placed in a uniform magnetic field, uniform magnetic field ila ഒരു ഡൈപോളിനെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡൈപോൾ എന്ത് ചെയ്യാണ്? ഇറ്റ് ബിഗിൻസ് ടു റൊട്ടേറ്റ്. റൊട്ടേഷണൽ എഫക്ട് ഓഫ് ഫോഴ്സിനെ നമ്മൾ പറയുന്ന പേരാണ് ടോർക്ക്. ആ ടോർക്ക് എന്തായിരിക്കും? ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു mb sin theta. എല്ലാ ടേംസും നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ളതാണ്. എം എന്ന് പറയുന്ന മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് ആണ്. ബി എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡ്. സൈൻ തീറ്റ നമ്മൾ എടുത്തു. ഓക്കെ, ഇത് ഈ റൊട്ടേറ്റ് ചെയ്യുന്ന വളരെ ചെറിയൊരു സ്മോൾ ആംഗിൾ അല്ലെ, സ്മോൾ ആംഗിൾ ഓഫ് റൊട്ടേഷൻ ആണ്. അതുകൊണ്ട് നമുക്ക് അല്ലെ, ഇഫ് തീറ്റ ഈസ് വെരി സ്മോൾ, തീറ്റ വളരെ സ്മോൾ ആണെങ്കിൽ എന്തുവരും? സൈൻ തീറ്റ ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു തീറ്റ എന്ന് എടുക്കാം. അപ്പൊ നമുക്ക് ഇവിടെ എന്തെടുക്കാം? ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു mb ഇൻറ്റു തീറ്റ എന്ന് എടുത്തു. ഓക്കെ, ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു mb തീറ്റ. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി നമ്മൾ ഇവിടെ പറയേണ്ടത്, നമുക്കറിയാം ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു ഫസ്റ്റ് ഇയറിൽ നമ്മൾ പഠിച്ചതാണ്. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഫോഴ്സ് F ഈസ് ഈക്വൽ ടു ma ആണ് അല്ലെ. അപ്പോൾ ഫോഴ്സിന്റെ റൊട്ടേഷണൽ അനലോഗ് ആണല്ലോ ടോർക്ക്. അപ്പൊ ടോ ഈക്വൽ ടു മാസിന്റെ റൊട്ടേഷണൽ അനലോഗ് ഏതാ? മൊമെന്റ് ഓഫ് ഇനർഷ്യ I. ഇനി എന്തുവരും? ആക്സിലറേഷൻ. ആക്സിലറേഷന്റെ റൊട്ടേഷണൽ ടേം എന്തുവരും? ആംഗുലാർ ആക്സിലറേഷൻ. അപ്പൊ ടോ ഈസ് ഈക്വൽ ടു I ആൽഫ. ചിലപ്പോ നമുക്ക് റൊട്ടേഷണൽ അല്ലെ ഇക്വേഷൻ അറിയുണ്ടാവില്ല. അപ്പൊ ലീനിയർ ആയിട്ടുള്ള ഇക്വേഷൻ എഴുതുക. F ഈസ് ഈക്വൽ ടു ma. അതിപ്പോ എല്ലാവർക്കും അറിയാവുന്ന കേസാണ്. അതിൽ നിന്ന് നമ്മൾ ഈ ഇക്വേഷൻ എഴുതി വരാം. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ടോർക്കാണ്. മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ ആണ്. ആക്സിലറേഷൻ ആംഗുലാർ ആക്സിലറേഷൻ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ടോ ഈസ് ഈക്വൽ ടു I ആൽഫ എന്ന് പറയുന്ന ടേം നമുക്ക് ഇവിടെ കൊടുക്കാം. അപ്പൊ I ആൽഫ ഈസ് ഈക്വൽ ടു നമുക്ക് എന്തുവരും? mb തീറ്റ. അതിൽ നിന്ന് ആൽഫ ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? mb തീറ്റ ഡിവൈഡഡ് ബൈ എന്ത് കൊടുക്കാം? I. ഓക്കെ, അപ്പോൾ ആൽഫ ഈസ് ഈക്വൽ ടു mb തീറ്റ ഡിവൈഡഡ് ബൈ I എന്നുള്ള കേസ് എടുത്തു. ഇവിടെ ഒരു നെഗറ്റീവ് സൈൻ നമ്മുടെ ടെക്സ്റ്റിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നെഗറ്റീവ് സൈൻ എന്തിനെ ഇൻഡിക്കേറ്റ് ചെയ്യാം? ഡൈപോൾ എന്ത് ചെയ്യാണ് ഇവിടെ അല്ലെ? ഈ ഡൈപോൾ എന്ത് ചെയ്യുന്നുണ്ട്? നോർത്തും നമ്മൾ ഇവിടെ നോർത്ത് പൊളാരിറ്റിയാ വരുന്നത്. അപ്പൊ നോർത്തും നമ്മൾ എന്ത് ചെയ്യാം? മാഗ്നറ്റിക് ഫീൽഡിന്റെ നോർത്ത് പൊളാരിറ്റി ഇവിടെയാണ് അല്ലെ. മാഗ്നറ്റിന്റെ ഏത് വരും? ഡൈപോളിന്റെ കേസിൽ എത്രയായിട്ട് വരിക? നോർത്ത് പൊളാരിറ്റി ഇവിടെ ഉണ്ടെങ്കിൽ ആ നോർത്തും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? റിപ്പൽ ചെയ്യും. അപ്പൊ ആ റിപ്പൽഷനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എന്ത് ചെയ്യുക? ഒരു നെഗറ്റീവ് സൈൻ. ഓക്കെ, അപ്പൊ നമുക്ക് എന്തെന്ന് പറയാം? mb തീറ്റ ഡിവൈഡഡ് ബൈ I എന്ന് എടുക്കാം. അപ്പൊ ആൽഫ ഈസ് ഈക്വൽ ടു mb തീറ്റ ഡിവൈഡ് ബൈ I. ഈ ആൽഫയെ നമുക്ക് എന്ത് എഴുതാം അല്ലെ? നമുക്ക് ലീനിയർ ആക്സിലറേഷൻ എന്തായിട്ട് വരാം? അല്ലെങ്കിൽ ലീനിയർ ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ x ആയിട്ട് എടുക്കുകയാണ് അല്ലെ. ലീനിയർ വെലോസിറ്റി v. ലീനിയർ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റിനെ അല്ലേ നമ്മൾ എന്തെന്ന് പറയാ? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റിനെയാണ് നമ്മൾ വെലോസിറ്റി എന്ന് പറയാം അല്ലെ. dx ബൈ dt നെയാണ് നമ്മൾ എന്തെന്ന് പറയാ? വെലോസിറ്റി എന്ന് പറയാം. ആക്സിലറേഷൻ എടുത്താലോ? ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി. അപ്പൊ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ആണെങ്കിൽ നമുക്ക് വെലോസിറ്റിയുടെ വാല്യൂ ഇവിടെ പ്രൊവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? d സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ dt സ്ക്വയർ എന്ന് കിട്ടൂലോ അല്ലെ. അപ്പൊ നോക്കിയേ, എക്സിന് അല്ലെ dx ബൈ dt എന്ന് പറയുന്ന ഈ വെലോസിറ്റിക്ക് പകരം നമ്മൾ കൊണ്ടുവന്ന് കൊടുത്തു. അപ്പൊ എന്ത് വരും? d സ്ക്വയർ എക്സ് ഡിവൈഡ് ബൈ dt സ്ക്വയർ എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ ഇത് ലീനിയറിന്റെ കേസാണ്. അങ്ങനെയാണെങ്കിൽ ആംഗുലാറിന്റെ കേസ് എങ്ങനെ എഴുതാം? തീറ്റയാണ് ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ ആംഗുലാർ വെലോസിറ്റി ഒമേഗ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? d തീറ്റ ബൈ dt എന്ന് എഴുതാം അല്ലെ.
അപ്പൊ ആംഗുലാർ ആക്സിലറേഷൻ എങ്ങനെ എഴുതാം? ഡി ഒമേഗ ബൈ ഡി ടി അല്ലെ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ വെലോസിറ്റി എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ് ഡി തീറ്റ, ഒമേഗയ്ക്ക് പകരം ഡി തീറ്റ ബൈ ഡി ടി എന്ന് എഴുതി അല്ലെ. അപ്പൊ നമുക്ക് അവിടെ എങ്ങനെ എഴുതാം? ഡി സ്ക്വയർ തീറ്റ ബൈ ഡി ടി സ്ക്വയർ എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പൊ ആൽഫയ്ക്ക് പകരം ഞാൻ എന്ത് ചെയ്യാണ്? ഡി സ്ക്വയർ തീറ്റ ബൈ ഡി ടി സ്ക്വയർ കൊടുക്കാണ്. ഓക്കെ, ഡി സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ ഡി ടി സ്ക്വയർ is equal to minus mb theta divided by I. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുള്ള കേസാണ് അല്ലെ. ഫസ്റ്റ് ഇയറിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ ആണ്. അപ്പൊ ആംഗുലാർ ആക്സിലറേഷൻ എത്ര വരും? ഡി സ്ക്വയർ തീറ്റ ബൈ ഡി ടി സ്ക്വയർ. ഓക്കെ, ആ കേസ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, അതിവിടെ ഒന്ന് അപ്ലൈ ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ ഓസിലേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ ആണ് എന്ത് വരും? നമ്മുടെ ഇക്വേഷൻ ഫോർ ദ സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്തായിരുന്നു? അത് ഡി സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു എക്സ് ഇസ് ഈക്വൽ ടു 0 അല്ലെ. പ്ലസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഈ കേസ് നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് എ സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഏത് ചാപ്റ്ററിലാണ്? ഓസിലേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിച്ചേക്കുന്ന ഇക്വേഷൻ ആണ്. ഓക്കെ, അപ്പൊ ആ ഇക്വേഷനുമായിട്ട് ഇതൊന്ന് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് ആ രീതിയിൽ എഴുതാം. ഡി സ്ക്വയർ തീറ്റ ബൈ ഡി ടി സ്ക്വയർ, ഈ മൈനസ് സൈൻ ഇവിടെ ഉള്ളതുകൊണ്ട് പ്ലസ് എം ബി ബൈ ഐ ഇൻറ്റു തീറ്റ എന്നെഴുതി ഈക്വൽ ടു 0 ആണല്ലോ. അപ്പൊ ഡി സ്ക്വയർ തീറ്റ ബൈ ഡി ടി സ്ക്വയർ അല്ലെ. നോക്കിയേ, ഇവിടെ എക്സിന് പകരം തീറ്റ വന്നേ ഉള്ളൂ, ഇവിടെയും എക്സിന് പകരം ഇവിടെയും തീറ്റ വന്നു. ഓക്കെ, അപ്പൊ ഒമേഗ സ്ക്വയർ നമുക്ക് ഇവിടെ നിന്ന് എന്തെഴുതാം? ഒമേഗ സ്ക്വയർ ഇസ് ഈക്വൽ ടു എം ബി ഡിവൈഡഡ് ബൈ ഐ. ഓക്കെ ആണല്ലോ. ഒമേഗ സ്ക്വയർ ഇസ് ഈക്വൽ ടു എം ബി ബൈ ഐ എന്ന് എഴുതാം. അപ്പൊ ഡി സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ ഡി ടി സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ഇൻറ്റു എക്സ് ഇസ് ഈക്വൽ ടു 0 എന്നുള്ള ഈ സിമ്പിൾ ഹാർമോണിക് ഇക്വേഷനുമായിട്ട് ഈ ഇക്വേഷൻ എന്ത് ചെയ്യാണ്? ഒന്ന് കമ്പയർ ചെയ്യാണ്. കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാം എം ബി ബൈ ഐ എന്ന് പറയുന്നതിന് പകരം ഇവിടെ കിടക്കുന്ന ഏതാണ്? ഒമേഗ സ്ക്വയർ അല്ലെ. അപ്പൊ ഒമേഗ സ്ക്വയർ ഇസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? എം ബി ഡിവൈഡഡ് ബൈ ഐ എന്ന് എഴുതാം അല്ലെ. അപ്പൊ ഒമേഗ ഇസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? റൂട്ട് ഓഫ് എം ബി ഡിവൈഡഡ് ബൈ ഐ. ഓക്കെ ആണല്ലോ. ഒമേഗ ഇസ് ഈക്വൽ ടു നമുക്ക് കിട്ടിയത് റൂട്ട് ഓഫ് എം ബി ബൈ ഐ. ഈ ഒമേഗ എന്ന് പറഞ്ഞാൽ എന്താ? 2π ബൈ ടി. ടൈം പീരീഡിന്റെ ടേംസിൽ നമുക്ക് എഴുതാലോ. ഒമേഗ ഇസ് ഈക്വൽ ടു 2π ബൈ ടി. അതും ഫസ്റ്റ് ഇയറിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഒമേഗ ഇസ് ഈക്വൽ ടു 2π ഡിവൈഡഡ് ബൈ ടി. അപ്പൊ 2π ബൈ ടി ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എം ബി ഡിവൈഡഡ് ബൈ ഐ. ഓക്കെ, അപ്പൊ അവിടെ നിന്ന് നമുക്ക് ടി ഇസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? ടി ഇസ് ഈക്വൽ ടു അല്ലെ, ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ മതി. 2π into root of I divided by MB. Okay, അപ്പൊ time period of a dipole in a uniform magnetic field അല്ലെ. ടൈം പീരീഡ് ഓഫ് എ ഡൈപോൾ ഇൻ എ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ്, അല്ലെങ്കിൽ ഒരു ബാർ മാഗ്നറ്റ് യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ചാൽ അത് എന്ത് ചെയ്യും? റൊട്ടേറ്റ് ചെയ്യും. അപ്പൊ ആ റൊട്ടേഷൻ അല്ലെ, റൊട്ടേഷൻ ഇങ്ങനെ എന്ത് ചെയ്യാണ്? ഓസിലേറ്റ് ചെയ്യാണ് അല്ലെ. സിമ്പിൾ ഹാർമോണിക് മോഷൻ പോലെ അത് ഓസിലേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ടൈം പീരീഡ് ഓഫ് ദാറ്റ് സിമ്പിൾ ഹാർമോണിക് മോഷൻ, സിമ്പിൾ ഹാർമോണിക് മോഷൻ തന്നെയാണ് അല്ലെ, നമ്മൾ പ്രൂവ് ചെയ്തു. ഓക്കെ, അപ്പൊ സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ടൈം പീരീഡ് എത്രയായിട്ടാ വരിക? 2π into root of I by MB. ഓക്കെ ആണല്ലോ. അപ്പൊ എങ്ങനെയാ ഡിറൈവ് ചെയ്തെന്നുള്ളത് ഒന്ന് മനസ്സിലാക്കിയിരിക്കാം. ഈ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. ഫസ്റ്റ് ഇയറിലെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഓർമ്മ വരുത്തേണ്ടതുണ്ട്. ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു ഐ ആൽഫ, അതെങ്ങനെയാ വന്നതെന്നുള്ളത് മനസ്സിലായല്ലോ. ഈ രീതിയിൽ ഓർത്തിരുന്നാൽ മതി. ഇനി സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓസിലേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിച്ചതാണ്. എന്നിട്ട് അതുമായിട്ടൊന്ന് കമ്പയർ ചെയ്തു. അങ്ങനെ കമ്പയർ ചെയ്തപ്പോൾ ഒമേഗ സ്ക്വയറിന് പകരം എം ബി ബൈ ഐ കിട്ടി. എന്നിട്ട് ഒമേഗ കണ്ടുപിടിക്കാം. ഒമേഗയ്ക്ക് പകരം 2π ബൈ ടി അല്ലെ. അപ്പൊ ടി ഈസ് ഈക്വൽ ടു 2π into root of I by MB എന്ന് നമുക്ക് കിട്ടി. ഐ എന്ന് പറയുന്നത് എന്താണ്? മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആണ്. ഓക്കെ, I is the moment of inertia. M എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ്, B മാഗ്നറ്റിക് ഫീൽഡ് ആണെന്ന് നമുക്ക് അറിയാം. ഓക്കെ,
അപ്പൊ ടൈം പീരീഡിന്റെ എക്സ്പ്രഷൻ ആണ് നമ്മളിപ്പോ ഡിറൈവ് ചെയ്തത്. ഓക്കെ ആണല്ലോ? ഓക്കെ, ഇനി നമുക്ക് ഇവിടെ അറിയേണ്ടത് പൊട്ടൻഷ്യൽ എനർജി പോസസ് ബൈ ദിസ് ഡൈപോൾ. ഡൈപോൾ പോസസ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ എനർജി എന്താണെന്ന് നോക്കാം. അപ്പൊ നമുക്കിനി പറയേണ്ടത് എന്താണ്? പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ ആണ്. പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്ന വർക്കിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക, അല്ലെ? എനർജി എന്ന് പറയുന്ന കോൺസെപ്റ്റ് എപ്പോഴും എന്താണ്? വർക്ക് എനർജി തിയറം. വർക്കിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. വർക്കാണ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുക. അപ്പൊ എന്ത് വരും? വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു, നമുക്കറിയാം ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണെന്ന് നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ ആണ്, അല്ലെ? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ഇസ് ഈക്വൽ ടു വർക്ക് ഡൺ. അപ്പൊ നമുക്ക് അതിന്റെ റൊട്ടേഷനിലേക്ക് ഒന്ന് കൺവേർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ചെറിയ വർക്ക് ഡൺ ആയിട്ട് എടുക്കുകയാണ്. അപ്പൊ DW ഈക്വൽ ടു ഫോഴ്സ് എന്ന് പറയുന്നത് എത്രയാണ്? ഫോഴ്സിന്റെ റൊട്ടേഷണൽ ടേം എന്ന് പറയുന്ന ടോർക്ക്, അല്ലെ? ഡൈപോള് യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിൽ വെക്കുമ്പോൾ റൊട്ടേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. ഒത്തിരി റൊട്ടേഷൻ ഇല്ല, വളരെ ചെറിയൊരു ആംഗിൾ റൊട്ടേഷൻ വെച്ചിട്ടാണ്, അല്ലെ? ചെറിയ ചെറിയ ആംഗിൾസ് ആണ് റൊട്ടേറ്റ് ചെയ്യാം. അപ്പോ എന്തുവരും? ഡിസ്പ്ലേസ്മെന്റ്, ഇവിടെ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് എന്നുണ്ട്. ഓക്കെ, അപ്പൊ റൊട്ടേഷണൽ ടേംസിലേക്ക് നമ്മൾ എന്ത് ചെയ്യാം? എഴുതാം. വർക്ക് ഡൺ DW ഇസ് ഈക്വൽ ടു ഫോഴ്സിന്റെ റൊട്ടേഷണൽ അനലോഗ് ആണ് ടോർക്ക്. ഡിസ്പ്ലേസ്മെന്റിന്റെ എന്തോരം? d θ. ചെറിയൊരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായി. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഫുൾ വർക്ക് ഡൺ കാണാൻ എന്ത് ചെയ്യാം? ഇന്റഗ്രൽ ഓഫ് DW ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് ടോ ഇൻറ്റു d θ. d θ നമുക്ക് എന്ത് ചെയ്യാം? ചേഞ്ച് ചെയ്യുന്ന എവിടെ മുതൽ എവിടം വരെയാണ് അറിയില്ല. അപ്പൊ θ1 to θ2 നമുക്ക് എത്ര ആംഗിൾ പോലും, എത്ര ആംഗിൾ വരെ നമുക്ക് എന്ത് ചെയ്യാം? റൊട്ടേറ്റ് ചെയ്യിക്കാം. ഓക്കെ, ഇന്റഗ്രൽ ഓഫ് DW എന്ന് പറയുന്നത് W ആണ്. അപ്പൊ W ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ θ1 to θ2. ടോർക്കിന്റെ ഇക്വേഷൻ നമുക്കറിയാം, mb sin θ. അപ്പോ mb sin θ ഇൻറ്റു d θ, അല്ലെ? അപ്പൊ വേരിയിങ് ആയിട്ടുള്ള ക്വാണ്ടിറ്റി d θ ആണ്. അപ്പൊ sin θ അവിടെ നിൽക്കും. എമ്മും ബിയും എന്താണ്? കോൺസ്റ്റന്റ്സ് ആണ്. അതിനെ പുറത്തേക്ക് എടുക്കാം. അപ്പൊ W ഇസ് ഈക്വൽ ടു mb ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് sin θ d θ. ഓക്കെ, ലിമിറ്റ് എഴുതിക്കൊള്ളുക. അപ്പൊ mb ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സൈൻ തീറ്റ. ഇന്റഗ്രൽ ഓഫ് സൈൻ തീറ്റ എന്ന് പറയുന്നത് എന്താണ്? മൈനസ് കോസ് തീറ്റ ആണ്. ഇന്റഗ്രൽ ഓഫ് സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു മൈനസ് കോസ് തീറ്റ. നിങ്ങൾ ഈ വർഷം മാത്സിൽ പഠിക്കുന്നുണ്ട്. അപ്പോ ഇന്റഗ്രൽ ഓഫ് സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു മൈനസ് കോസ് തീറ്റ. അപ്പൊ മൈനസ് കോസ് തീറ്റ എവിടെ മുതൽ എവിടെ വരെ? θ1 to θ2. മൈനസ് സൈൻ ഞാൻ പുറത്തേക്ക് എടുത്തു. mb ഇൻറ്റു കോസ് θ2, അല്ലെ? ആദ്യം അപ്പർ ലിമിറ്റ് ആണ് അപ്ലൈ ചെയ്യാം. മൈനസ് ഇട്ടിട്ട് ലോവർ ലിമിറ്റ് കോസ് θ1. നെഗറ്റീവ് സൈനിന്റെ ഉള്ളിലേക്ക് മാറ്റിയപ്പോ എന്ത് വന്നു? mb ഇൻറ്റു കോസ് θ1 മൈനസ് കോസ് θ2 എന്ന് എഴുതാം. ഓക്കെ, മൈനസ് സൈനിന്റെ ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് തിരിഞ്ഞു വരുമല്ലോ. അപ്പൊ വർക്ക് ഡൺ ഇതാണ്, അല്ലെ? വർക്ക് ഡൺ ടു റൊട്ടേറ്റ് ദ ഡൈപോൾ ഇൻ എ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? mb ഇൻറ്റു കോസ് θ1 മൈനസ് കോസ് θ2. ഇനി നമുക്ക് എന്ത് ചെയ്യണം? പൊട്ടൻഷ്യൽ എനർജിയിലേക്ക് ആക്കണം. പൊട്ടൻഷ്യൽ എനർജിയിലേക്ക് ആക്കണമെങ്കിൽ എവിടെ നിന്നാണ് അതിന്റെ റൊട്ടേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത്? സ്റ്റേബിൾ ഇക്വിലിബ്രിയം പൊസിഷൻ ആണ്. ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ ഇതുപോലെ തന്നെ പഠിച്ചതാണ്. അപ്പൊ എപ്പോഴും പഠിക്കുമ്പോൾ കമ്പയർ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസിയാണ്, അല്ലെ? 2 പ്രാവശ്യം പഠിക്കേണ്ട കാര്യമില്ല. ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ത് ചെയ്യുക? പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മാഗ്നറ്റിക്സും കൂടെ ഒന്ന് കമ്പയർ ചെയ്യാം. അപ്പൊ നമുക്ക് സ്റ്റേബിൾ ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്നാണ് നമുക്ക് റൊട്ടേറ്റ് ചെയ്യിക്കേണ്ടത്. അപ്പൊ സ്റ്റേബിൾ ഇക്വിലിബ്രിയം പൊസിഷൻ എന്ന് പറയുന്നത് θ1 ഇസ് ഈക്വൽ ടു π/2 ആണ്. നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിലൊക്കെ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. സ്റ്റേബിൾ ഇക്വിലിബ്രിയം പൊസിഷൻ θ1 ഇസ് ഈക്വൽ ടു π/2. എന്നിട്ട് ഏത് ആംഗിൾ? θ2 ഏത് ആംഗിൾ വരെ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാം? ഏത് ആംഗിൾ വേണമെങ്കിലും എടുക്കാം, അല്ലെ? അപ്പൊ വർക്ക് ഡണിന്റെ ഇക്വേഷൻ എന്തായി മാറി? വർക്ക് ഡൺ W ഇസ് ഈക്വൽ ടു mb ഇൻറ്റു കോസ് π/2 മൈനസ് കോസ് 0, അല്ലെ? കോസ് 0 അല്ല, കോസ് തീറ്റ. കോസ് π/2 എന്ന് പറഞ്ഞാൽ കോസ് π/2 എത്രയാണ്? 0 ആണ്, അല്ലെ? അപ്പൊ ഈ ടേം 0 ആയി പോയി കഴിഞ്ഞാൽ ബാക്കി ഇനി എന്തേ ഉള്ളൂ? മൈനസ് കോസ് തീറ്റ ഉള്ളൂ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? വർക്ക് ഡൺ W ഇസ് ഈക്വൽ ടു എന്തെന്ന് വന്നു? mb, അല്ലെ? വർക്ക് ഡൺ W ഇസ് ഈക്വൽ ടു മൈനസ് mb എന്ത് വന്നു? കോസ് തീറ്റ. ഓക്കെ, ഈ വർക്ക് ഡൺ ആണ് നമ്മൾ എന്തായിട്ട് അറിയാം? പൊട്ടൻഷ്യൽ എനർജി. അപ്പൊ പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ എന്താണ്? പൊട്ടൻഷ്യൽ എനർജി ഇസ് ഈക്വൽ ടു
പൊട്ടൻഷ്യൽ എനർജി ഈക്വൽ ടു എന്തായിട്ട് എടുക്കാം, മൈനസ് എം ബി കോസ് തീറ്റ എന്ന് എടുക്കാം. ഇല്ലെങ്കിൽ മൈനസ് വെക്ടർ എം ഡോട്ട് വെക്ടർ ബി എന്ന് എഴുതാം. ഓക്കെ, പൊട്ടൻഷ്യൽ എനർജി എന്തായിട്ട് എടുക്കാം, പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു മൈനസ് എം ബി കോസ് തീറ്റ. എങ്ങനെയാ വന്നേന്നുള്ളത് ക്ലിയർ ആണല്ലോ. എനർജിയുടെ ഏത് ഡെറിവേഷൻ ചോദിച്ചാലും എവിടെ നിന്നേ സ്റ്റാർട്ട് ചെയ്യുള്ളൂ, വർക്കിൽ നിന്നാണ്. വർക്ക് ഈസ് സ്റ്റോർഡ് ആസ് എനർജി, വർക്ക് എനർജി തിയറം ആണ് യൂസ് ചെയ്യുക അല്ലെ. വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻടു ഡിസ്പ്ലേസ്മെന്റ് ആണ്, അതിനെ റൊട്ടേഷനിലേക്ക് മാറ്റുക. അപ്പൊ ചെറിയ വർക്ക് ഡി ഡബ്ല്യു ഇസ് ഈക്വൽ ടു ഫോഴ്സിന് പകരം ടോർക്ക് കൊടുക്കുക, ഡിസ്പ്ലേസ്മെന്റിന് പകരം ഡി തീറ്റ കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ടോർക്കിന്റെ എക്സ്പ്രഷൻ എം ബി സൈൻ തീറ്റ കൊടുത്തു, എം ബി സൈൻ തീറ്റ കൊടുത്ത് ഡിറൈവ് ചെയ്യാം. ഈ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്, വർക്ക് ഡണിന്റെ ഇക്വേഷൻ അല്ലെ, പ്രോബ്ലം ഒക്കെ ചോദിക്കാറുണ്ട്. വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു എം ബി ഇൻറ്റു കോസ് തീറ്റ 1 മൈനസ് കോസ് തീറ്റ 2. ഇനി പൊട്ടൻഷ്യൽ എനർജി ആക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, സ്റ്റേബിൾ ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന് റൊട്ടേറ്റ് ചെയ്യുന്നതായിട്ട് കാണിക്കാം. അത് ഏതാണ്, തീറ്റ 1 ഇസ് ഈക്വൽ ടു പൈ ബൈ 2 ടു എനി ആംഗിൾ അല്ലെ. അതുകൊണ്ട് തീറ്റ 2 നമുക്ക് ഏതെങ്കിലും ഒരു ആംഗിൾ തീറ്റ ആയിട്ട് എടുക്കാം. അപ്പൊ എന്ത് കിട്ടി, വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു മൈനസ് എം ബി കോസ് തീറ്റ. ആ വർക്ക് ഡൺ ആണ് എന്തായിട്ട് സ്റ്റോർ ചെയ്യുക, പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യുക. ഓക്കെ, കമ്പയർ ചെയ്ത് പഠിച്ചാൽ ഒറ്റയടിക്ക് നമുക്ക് ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ വർക്ക് ഡണും പൊട്ടൻഷ്യൽ എനർജി ആവും, മാഗ്നറ്റിസത്തിലെ ആവും. അപ്പൊ ഒന്ന് കമ്പയർ ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കാം. I think these topics are clear for you. If you like this video, please subscribe and enable the bell button. Thank you.